ഇതിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിൽ നിലവിൽ പഞ്ചായത്തിൻ്റെ UDF കമ്മിറ്റി മലപ്പുറം ഇലക്ഷൻ കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. ഇത് വിതരണം ചെയ്തതിൻ്റെ വീഡിയോകളും മറ്റുള്ള പ്രൂഫുകളൊക്കെ UDFൻ്റെ നേതാക്കന്മാരുടെ കയ്യിലുണ്ട്. അത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഈ സമയത്ത് അറിയിക്കാം. നന്നമുക്കിൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ വ്യാജ ഫോമുകൾ വിതരണം ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് UDYF. നിലവിൽ നന്നമുക്ക് പഞ്ചായത്തിൽ ചില വാർഡുകളിലൊക്കെ ഇങ്ങനൊരു ഫോം കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. LDFൻ്റെ പ്രവർത്തകരാണ് ഈ ഫോം അവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാ വാർഡുകളിലും. അതിൽ ഇന്ന് കാലത്ത് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു ഫോമോ ഇങ്ങനൊരു പദ്ധതികളോ നിലവിൽ ഇല്ല. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇങ്ങനൊരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊരു വ്യാജമായിട്ടുള്ള ഫോമാണ് നിലവിൽ LDFൻ്റെ പ്രവർത്തകർ വിതരണം ചെയ്യുന്നത്. ഇതിൽ പാവപ്പെട്ട ജനങ്ങൾ അതിൽ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് പഞ്ചായത്തിൽ പോകുമ്പോൾ അത് അവരെ മടക്കി അയക്കുന്ന രീതിയാണ് പഞ്ചായത്തിൽ നിലവിലുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ലഭ്യമാവുമെന്ന് പ്രചരിപ്പിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നന്നമുക്ക് പഞ്ചായത്തിലുടനീളം വ്യാജ ഫോമുകൾ വിതരണം ചെയ്യുകയാണെന്ന് UDYF നന്നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സർക്കാർ 1000 രൂപ വീതം വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ച ഇതുപോലെയുള്ള ഫോം വ്യാജമായി CPMൻ്റെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ മെമ്പർമാരുമൊക്കെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് വീടാന്തരം കയറി ഇറങ്ങി ഇത് വിതരണം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഇർഷാദ് പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്ഥിതി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഫോം എവിടെയും കാണാൻ സാധ്യമല്ല എന്നും അതല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും നമ്മുടെ നേതാക്കൾക്ക് അറിയാൻ കഴിഞ്ഞു. ഇതിനെതിരെ ഇന്ന് ജില്ലാ കളക്ടർ പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. പ്രബുദ്ധരായ നാം എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വിതരണം ചെയ്ത ഫോമുകൾ പൂരിപ്പിച്ച് പ്രദേശത്തെ സ്ത്രീകൾ പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കാൻ എത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു ഫോമും കൈപ്പറ്റി രസീത് നൽകുവാൻ ഗവൺമെന്റിൽ നിന്ന് യാതൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതെന്നും UDYF നേതാക്കൾ പറഞ്ഞു. പ്രവർത്തകർ ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടെത്തി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും ഗ്രാമപഞ്ചായത്തിൽ നിന്നോ ഗവൺമെന്റ് സൈറ്റിലോ ഇത്തരത്തിൽ ഒരു ഫോമും വിതരണം ചെയ്തിട്ടില്ലെന്നുമാണ് അറിയിച്ചത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി സമർപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നന്നമുക്ക് മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് പള്ളിക്കര, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീർ അമ്മയിൽ, റാഷിദ് വിരളിപ്പുറത്ത്, അനീസ് മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CNTV ചങ്ങരംകുളം.